ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു ചപ്പാത്തി നല്ല ഫ്ലഫിയും അതുപോലെ ഇതുപോലെ നല്ലതായിട്ട് പൊന്തി വരുന്നതുമായിട്ടുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീയുമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് സോഫ്റ്റ്നെസ്സിന് വേണ്ടി നമ്മൾ പാലോ ചൂടുവെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അതുമാത്രമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരുപാട് ടിപ്സും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കുന്ന ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കപ്പോൾ നമ്മളുടെ ഈസി ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് ചപ്പാത്തി ആട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം 1 കപ്പ് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ കപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പൊടി കുഴയ്ക്കാൻ വേണ്ടി ഏകദേശം 1 കപ്പോ, ചിലപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വരും. പക്ഷേ എന്നാലും ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നോർമൽ വാട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ചൂടുവെള്ളമോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് അടുത്തതായി ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ പഞ്ചസാര ചേർക്കുന്നത് ശരിക്കും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് എന്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ടേസ്റ്റ് ശരിക്കും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലതാണ്. ചപ്പാത്തിനൊപ്പം ഇങ്ങനെ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചത് കുഴച്ചെടുക്കാം. നമ്മളപ്പോൾ ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുത്തില്ലേ, എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 1 മിനിറ്റോളം തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ച് കൊടുക്കില്ലേ, അതേ രീതിയിൽ വേണം ഇതിന് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആക്കി കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇത്രയും കൂടി വെള്ളം ബാക്കിയുണ്ട്. ഇതും ഇതിലേക്ക് ആവശ്യം വരും, കാരണം ഇത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മളെടുത്ത ആ 1 കപ്പ് വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് പാകത്തിൽ ഇപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരുപാട് ശക്തി എടുത്തൊന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോൾ ഡോ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പിന്നിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ പിന്നിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. വീണ്ടും ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട്, ഇപ്പം നമ്മൾ ഒരുപാട് ബെല്ലൊന്നും കൊടുത്തിട്ടല്ലല്ലോ കുഴയ്ക്കുന്നത്, ഇങ്ങനെ കുഴച്ചിട്ട് വീണ്ടും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 3 or 4 ടൈംസ് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ചുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് ശക്തി എടുത്തൊന്നും കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് കുഴയ്ക്കാം. വീണ്ടും നമുക്കിതിനെ ഇങ്ങനെ തന്നെ ഒന്ന് പിന്നിലേക്ക് ആക്കി കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുഴയ്ക്കാതിന്. അപ്പം ഞാനിപ്പോൾ ഒരു 3 ടൈംസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ മതിയാവും. ഇനിയാണ് അടുത്ത ഒരു കുഞ്ഞ് ട്രിക്ക് നമ്മൾ ചെയ്യുന്നത്. നമ്മളപ്പോൾ ആ കുഴച്ചെടുത്ത മാവിനെ ഒന്ന് ഇങ്ങനെ ഒരല്പം നീളത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനി നമ്മളുടെ ഈ ചപ്പാത്തി ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാണ്ടല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മളൊരല്പം വെള്ളം എങ്ങനെയാണ് ഇതിൽ വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്കിവിടെ കുറച്ച് ഇങ്ങനെ കൈ കൊണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കാം. ഹോൾസ് അല്ല, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഇനി നമുക്ക് ഒരല്പം വെള്ളം എടുക്കാം. ഇത് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരല്പം കയ്യിലെടുത്തിട്ട് ഒരല്പം ഡ്രോപ്പ് പോലെ ഈ ഹോൾസിലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ നേരം ഇതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെക്കുമ്പോഴേക്കും നമ്മൾ ഈ ഇതിലൊഴിച്ചു കൊടുത്ത ഈ വെള്ളം ഉണ്ടല്ലോ, ഇതെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടാവേ. അതിന് ശേഷം അപ്പം ഇതൊരു മിനിമം അരമണിക്കൂർ വെക്കുക. നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചാൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ, കാരണം നല്ല സോഫ്റ്റായിട്ട് കിട്ടുവേ. അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കട്ടെ, നമുക്കിനി അരമണിക്കൂറിന് ശേഷം നോക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു ഹാഫ് ആൻ അവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. നമുക്ക് ഇതാ നമ്മളുടെ ആ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് നമ്മൾക്ക് ഏത് വലുപ്പത്തിലുള്ള ബോൾസ് എത്ര വലുപ്പത്തിൽ വേണോ ആ ഒരളവിൽ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഇതാ ഞാനപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ഇത്രയും വലുപ്പത്തിലാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെങ്ങനെയാണോ ചെയ്യാറുള്ളത് അതേപോലെ ചെയ്യുക. അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ ഇനി എല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതാ ഞാനപ്പോൾ എല്ലാം ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മൊത്തം 8 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ചപ്പാത്തി പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പൊടിയിൽ ചപ്പാത്തി ആട്ടയുണ്ടല്ലോ അതിൽ മുക്കി തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ആട്ടപ്പൊടി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ഈ ബോൾസ് ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ചെയ്താൽ മതി കേട്ടോ, ഒരുപാട് ബലമെടുത്തൊന്നും ചെയ്യണ്ട. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്ന സമയത്താണെങ്കിലും ഒരുപാട് നമ്മൾ ബലം ഉപയോഗിച്ച് പരത്തരുത്. അങ്ങനെ പരത്തി കഴിഞ്ഞാൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇതാ അപ്പം ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പരത്തി സ്പീഡിലൊക്കെ പരത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് മടങ്ങി വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പരത്തി കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പൊന്തി വരില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഇതിലേക്കൊന്ന് അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ വരുമല്ലോ, അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പരത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അപ്പോൾ അത് കറക്റ്റ് പൊന്തി കിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ അവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഉടനെ തന്നെ. അപ്പോൾ നിങ്ങൾ തീ ഇങ്ങനെ കൂട്ടിയും കുറച്ചൊന്നും വെക്കരുത്. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസങ്ങളൊന്നും വരുത്തണ്ട കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടോ ചെറിയ ബബിൾസ് ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ബബിൾസ് ഇവിടെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ എപ്പോഴും എങ്ങനെയെന്ന് വെച്ചാൽ ഒരെണ്ണം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേത് പരത്തിയെടുക്കാറാണ് പതിവ്. അപ്പം നമുക്ക് ഈ സമയത്ത് മറ്റേത് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ ഇവിടെ ചെറിയതായിട്ട് ബബിൾസ് ബ്രൗൺ കളർ വന്നിട്ടുള്ളത് കണ്ടോ. ഇപ്പോൾ നമ്മൾ മറിച്ചിട്ടപ്പോൾ തന്നെ താനേ പൊന്തി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊന്തി വരാൻ നമ്മൾ അനുവദിക്കുക. ആ സമയത്ത് ഒന്നും പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഏതെങ്കിലും വശത്ത് അത് പൊന്തി വരുന്നില്ലെങ്കിൽ മെല്ലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പതുക്കെ. ഒരുപാട് ബലം പ്രയോഗിച്ച് പ്രസ് ചെയ്യരുത്. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് പൊന്തി വരില്ല കേട്ടോ. കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ എത്ര ഇതായിട്ട് വന്നേന്ന് നോക്കിയെന്നേ, കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടേ. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്രസ് ചെയ്ത് കൊടുക്കലോ ഒന്നും നമ്മളിതിൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് പൊന്തി കിട്ടിയിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അടുത്തതും ഇവിടെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ ചിലപ്പോൾ ഉണ്ട് നമ്മൾ പെട്ടെന്ന് മറിച്ചിടാനൊക്കെ ഉള്ള ധൃതിയിൽ ഇങ്ങനെ ഈ ചപ്പാത്തി പരത്തുന്ന കോലുണ്ടല്ലോ അതതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ മറിച്ചിടാനൊക്കെ പോകും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്താലും ഈ ചപ്പാത്തി പൊന്തി വരില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നല്ലതായിട്ട് പൊന്തി വരുന്ന ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുത്തിട്ട് നമ്മളപ്പോൾ നോക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ വൈറ്റ് ബബിൾസ് കാണും. ആ സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതുവരയ്ക്കും നമ്മളെ ഈ സ്പാച്ചുല അതുമ്പോൾ തൊടാനേ പാടില്ല.
ഇതാ കണ്ട ഇവിടെ ഇപ്പം വൈറ്റ് ബബിൾസ് അവിടെ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ മറച്ചിട്ട വശം ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾ അടുത്ത ചപ്പാത്തി പരത്തിയെടുക്കാം കേട്ടോ. ഇതാ നമുക്കപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കൂ കണ്ടോ, നിറയെ ബ്രൗൺ സ്പോട്ട് പോലെ കണ്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം തിരിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ സ്പാക്ചുലൊന്നും വെച്ച് പ്രസ് ചെയ്യേണ്ട, അത് താനേ പൊന്തി വന്നോളും. ഇനിയിപ്പോൾ ഇൻ കേസ് അത് എവിടെയെങ്കിലും പൊന്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ച് പ്രസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ എയറൊക്കെ പുറത്തേക്ക് പോകുകയാണല്ലോ, അപ്പോൾ അത് പിന്നെ പൊന്തി വരില്ല കേട്ടോ, അങ്ങനെ തന്നെ താന്ന് പോകും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാ ഇപ്പം നമ്മൾ ചപ്പാത്തി ഇവിടെ അടിപൊളിയായി പൊന്തി വന്നിട്ടുണ്ടേ. ഇതാ കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അപ്പുറത്തെ സൈഡ് ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് അപ്പുറത്തെ സൈഡ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ നമ്മളുടെ എല്ലാ ചപ്പാത്തി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊള്ളച്ച് വന്നതുകൊണ്ട് തന്നെ അതായത് കണ്ടോ, ഇതിൻ്റെ ഈ വശം കണ്ടോ, ഇങ്ങനെ നമുക്ക് അടർത്തിയെടുക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുള്ള ചപ്പാത്തിയാണ് എപ്പോഴും ഇങ്ങനെ എടുക്കാൻ പറ്റുക നമുക്ക്. ഓക്കെ, അപ്പോൾ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇതാ നല്ല സോഫ്റ്റുമാണ്, നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ സോഫ്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതിൽ ഒട്ടും തന്നെ ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ കുഴച്ച് വെക്കുമ്പോൾ അത് ഡ്രൈ ആവാതിരിക്കാനൊക്കെ സാധാരണ ഓയിൽ ചേർക്കാറുണ്ട്. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കാണിച്ചതല്ലേ, വെള്ളമാണ് അതിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ ഫ്ലഫിയുമാണ് കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചാലൊന്നും അതിൻ്റെ സോഫ്റ്റ്നെസ് പോകില്ല. കാലത്തൊക്കെ ഉണ്ടാക്കി വൈകിട്ടൊക്കെ അതുപോലെ കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ലഞ്ചിന് വേണ്ടി കൊടുത്തു വിടുകയാണെങ്കിലും ഇത് ഡ്രൈ ആയിട്ടൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുമാത്രമല്ല ഓയിൽ ഫ്രീ, കംപ്ലീറ്റ് ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു ചപ്പാത്തിയും കൂടിയാണിത്. നന്നായിട്ട് പൊന്തി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ട് കുഴച്ച് കൊടുക്കരുത്. അതുപോലെ പരത്തുമ്പോഴും കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ പരത്തുക, ഒരുപാട് ശക്തി എടുത്തൊന്നും പരത്തരുത് കേട്ടോ. അതുപോലെ പരത്തുന്ന ആ കോലുണ്ടല്ലോ അത് ഈ ചപ്പാത്തിയുടെ മുകളിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കരുത്. അങ്ങനെ വെച്ച് കൊടുത്താലും ഈ ചപ്പാത്തി ശരിക്കും പൊന്തി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ വെള്ളമാണെങ്കിലും എത്രയാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ ഏകദേശം ഒരു പകുതിയായിട്ടാണ് വെള്ളം നമുക്ക് ആവശ്യം വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.